രാവിലെ തന്നെ ഇന്ന് പുട്ടുണ്ടാക്കാനായിരുന്നു കേട്ടോ പ്ലാൻ. ഈ ഡബിൾ ഹോഴ്സിൻ്റെ പുട്ടുപൊടി എനിക്ക് അങ്ങനെ യൂസ് ചെയ്ത് പരിചയമില്ല കേട്ടോ. പണ്ട് പൊൻകതിർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ച് ഞാനങ്ങ് ചെയ്തു. പിന്നെ അതിൽ എഴുതിയിട്ടുണ്ട് ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വിരിച്ച് കൊള്ളായിരുന്നു, പക്ഷേ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ബ്രഷ് എടുത്ത് മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നടന്ന് കുറച്ച് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴേക്കും പുട്ടുപൊടി അടിപൊളി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ അങ്ങനെ നേരെ എടുത്ത് പുട്ടുണ്ടാക്കി കേട്ടോ. കൂടെ ഒന്ന് പയറായിരുന്നേ. അപ്പോൾ പയറൊക്കെ ഒന്ന് കാച്ചി അതും സെറ്റാക്കി വെച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് പാലുണ്ടായിരുന്നത് എടുത്ത് കോഫിയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ പുട്ടും പയറും പഴമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒന്ന് സർവീസ് സെൻറ്ററിൽ പോകണമായിരുന്നു ഗൈസ്. കുറേ ദിവസം കൊണ്ട് അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടി സർവീസിന്. അപ്പോൾ അതുകൊണ്ട് കൊടുത്ത് ബസ്സിനങ്ങ് തിരിച്ച് പോകുന്നു കേട്ടോ. അയ്യോ ഉച്ചക്കലത്തെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. രാവിലത്തെയൊക്കെ ഓക്കെയാണ് കേട്ടോ. അങ്ങനെ തിരിച്ച് വന്ന് മീൻ ഉണ്ടായിരുന്നു. അപ്പം മീൻ അങ്ങ് വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇഞ്ചി നോക്കിയപ്പോൾ ഇഞ്ചിയില്ല മസാല സെറ്റാക്കാൻ. അങ്ങനെ പറമ്പിൽ പോയി ഒരു ഇഞ്ചിയൊക്കെ കുഴിച്ചെടുത്ത് ഒന്ന് മസാലയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഈ മീനിൽ അതൊക്കെ അങ്ങ് തേച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ തേച്ച് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും വറക്കാറുള്ളത്. അപ്പോൾ ഈ തേച്ച് വയ്ക്കുന്ന ഈ പാത്രമില്ലേ, ഇത് അടിപൊളി പാത്രമാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ 2-3 പിള്ളേർ ഇങ്ങനെ ന്യൂ പ്രൊഡക്ഷൻ പിള്ളേർ പരിചയപ്പെടുത്തില്ലേ, അങ്ങനെ കൊണ്ടുവന്ന പാത്രമാണ്. ഇത് മേടിച്ചപ്പോൾ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല, പക്ഷെ നല്ല അടിപൊളി പാത്രമാണ് കേട്ടോ. അങ്ങനെ ഇരുന്ന് ഞാൻ ഒരു കേക്കൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്കലേക്ക് അമ്മമ്മ മീൻകറി സെറ്റാക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അമ്മമ്മ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ മീനൊക്കെ വറുത്തു, ചോറും കഴിച്ചു, വരവേൽപ്പ് സിനിമയും കണ്ട് അങ്ങ് കിടന്നുറങ്ങി ഗൈസ്.